സ്കിൻ വൈറ്റനിങ്ങിന് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗ്ലൂട്ടോതയോൺ എടുക്കുക എന്നുള്ളത് കേട്ടോ. പക്ഷേ അത് എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം സൈഡ് എഫക്റ്റ് ഉണ്ട് നമുക്കൊന്നും അറിയില്ല. പക്ഷേ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമുക്ക് നാച്ചുറലി എങ്ങനെ നമ്മുടെ സ്കിൻ ലൈറ്റൺ ആക്കാം, ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു 3 സ്റ്റെപ്പ് ഫേഷ്യലായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. 100% നാച്ചുറൽ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള പ്യുവർ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് എലേഷ്യസ് നാച്ചുറൽസിൻ്റെ ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് പാലിലാണ് കേട്ടോ. നിങ്ങൾക്ക് സാധാ വെള്ളത്തിലും എടുക്കാം, പക്ഷേ ക്ലെൻസ് ചെയ്യുമ്പോൾ മിൽക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക. നമുക്കൊരു പിഞ്ചിടാം. ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലെൻസിങ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് നമ്മളെ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ആവും ചെയ്യും. ആദ്യം നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പോലും നന്നായിട്ട് സ്കിന്ന് ക്ലെൻസ് ആവട്ടോ. സ്കിന്നിലുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും മാറിയിട്ട് നമ്മളെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നാച്ചുറലി ഗ്ലോ കൊണ്ടുവരാനും പറ്റും. നമ്മളിപ്പോൾ ഓരോ ടൈം ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്ന് ലൈറ്റൻ ആവുന്ന ഒരു സാധനമാണ്. എനിക്ക് പേഴ്സണലി എന്താ പറയുക, അനുഭവം ഉള്ളതാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതേ നമ്മൾ ഇത് ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതേപോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് സ്ക്രബിങ്ങിന് ഞാൻ ഇതേ ക്ലെൻസിങ് മിൽക്കിലേക്ക് 1 സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഉണ്ടാവുമല്ലോ, നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആവുന്ന വൈറ്റ് റൈസിൻ്റെ അരിപ്പൊടി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് വെള്ളമില്ലാത്തൊരു കൺസിസ്റ്റൻസി. ആ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രബിങ് ഇവിടെ റെഡിയാണ്. വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡെഡ് സെൽസ് മാറിയാൽ തന്നെ നമുക്ക് ആ നാച്ചുറൽ ഗ്ലോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഫേസ് ക്ലീൻ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് അടുത്ത സ്റ്റെപ്പായിട്ട് ഈ സ്ക്രബ് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മൈൽഡായിട്ട് നമ്മളെ ഫിംഗർ കൊണ്ട് തന്നെ ഇതേപോലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ഗോൾഡൻ ഫേഷ്യലാണ് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ റിസൾട്ടല്ല ഇത്. അത്യാവശ്യം കുറേ നമ്മൾ ചിലതുണ്ടാവില്ലേ, നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ആവിയായി പോകുന്നത്. അങ്ങനെയല്ല, നമുക്ക് കുറേ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലോയും കാര്യങ്ങളാണ്. അത് മാത്രമല്ല, കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ആവും. സ്കിൻ വൈറ്റണിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലും കൂടിയാണ് കേട്ടോ. അരിപ്പൊടി നന്നായിട്ട് സ്കിന്ന് നമ്മൾ ലൈറ്റൺ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം നമ്മളെ ഫേസ് ഒന്ന് ഇതേപോലെ മൈൽഡായിട്ട് ഇങ്ങനെ ജെൻറ്റ്ലി റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിപ്പോൾ കഴുത്തും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴുത്തിലും കൂടെയാണ് ഇത് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഈ കസ്തൂരി മഞ്ഞളിൻ്റെ സ്റ്റെയിനൊന്നും നമ്മളെ ഫേസിൽ ഇരിക്കുന്നില്ല കേട്ടോ. അതാണ് ഈ ഒരു പൗഡറിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാച്ചുറൽ ഫേഷ്യലാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ പോലും യാതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് മാറാനും പിഗ്മെൻറ്റേഷനും ബ്ലെമിഷസും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഈവൻ നമ്മൾ കുറേ കാലം അടിഞ്ഞു കൂടിയിട്ടുള്ള ടാനിങ് ഉണ്ടാവില്ലേ, അത് മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ റിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സാധനം. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അത്രയ്ക്ക് പവർഫുള്ളാണ് കേട്ടോ. സ്ക്രബിങ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ നമ്മളെ ഫേസിൽ കാണാം. വാഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്ക് സ്റ്റെയിനും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അടിപൊളിയായിട്ടുള്ള അടുത്ത ഫേസ് പാക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ എടുത്തില്ലേ അതേപോലെ തന്നെ വൈറ്റ് റൈസിൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. വറുക്കുമ്പോൾ എന്താ പറയുക, കുറച്ചും കൂടെ ഹാർഡായിട്ട് മാറും. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ വറുക്കാത്ത പൊടി കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ. അതിലേക്ക് ഇവിടെ ഞാൻ ചേർക്കുന്നത് എലേഷ്യസ് നാച്ചുറൽസിൻ്റെ മുൾട്ടാണി മിട്ടി പൗഡറാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്കിന്നിൽ എന്തെങ്കിലും ഓയിൽനെസ്സും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നിൽ ആക്നെ മാറാനും ഈ ഒരു മുൾട്ടാണിമിട്ടി സഹായിക്കും. അതിലേക്ക് ഞാൻ എടുക്കുന്നത് മുളേത്തി പൗഡറാണ്. ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നില്ലേ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനമാണ്. ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. ഞാനൊരു ആയുർവേദ കടയിൽ നിന്ന് ഒരു ആൾ പറഞ്ഞിട്ട് ആണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനൊരു 2 വർഷം മുന്നേ ഞാനൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് റിവ്യൂ ഉണ്ടായിരുന്നു. അടിപൊളി പൗഡറാണെന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലത്തേക്ക് കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. അതിലേക്ക് എല്ലാം ഞാൻ 1 ടീസ്പൂൺ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ആഡ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാല് വെച്ചിട്ടോ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ തൈര് വെച്ചിട്ട് മിക്സ് ചെയ്താൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇത് 3 ഇട്ടിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്കിത് പേഴ്സണലി യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് തൈരാണോ പാലാണോ വെള്ളമാണോ സ്യൂട്ടാവും, ഇനിയിപ്പോൾ പനിനീരായാലും കുഴപ്പമില്ല.
നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഫേസിൽ ഇട്ടാൽ മതി കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പാക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. നമ്മളെ ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഗ്ലോ കാണാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു മുളയത്തി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇരട്ടിമധുരത്തിൻ്റെ ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ അമ്മമ്മയുടെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത്. നമുക്ക് പ്രായമായി കഴിഞ്ഞ് നമ്മളെ കവിളിൻ്റെ ഭാഗത്ത് സൺ ടാനിങ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ. നമ്മളെ സ്കിന്നിന് വേറൊരു കളറ്, ബ്ലാക്ക് കളർ ഇങ്ങനെ വരും. അപ്പോൾ അത് മാറാൻ വേണ്ടി നല്ല അടിപൊളി പൗഡറാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ഒരു 30 അല്ലെങ്കിൽ ഒരു 20 എബോ ഉള്ള ആളുകൾക്ക് ഈ ഒരു പാക്ക് നമ്മൾ വീക്ക്ലി വൺസൊക്കെ ആയിട്ടെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മളെ ഫേസിലും നെക്കിലും ഞാനിത് ഈവൻലി അപ്ലൈ ചെയ്ത് കൊടുക്കണം. നൈസ് ഫൈൻ ആയിട്ടുള്ള പൗഡറാണ് ഇത്. അവർ ട്രിപ്പിൾ ഫിൽറ്റേഡ് ആയിട്ടുള്ള പൗഡറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ സ്കിന്നിന് യാതൊരു പോറലും കാര്യങ്ങളും വരുന്നില്ല. നമ്മളിപ്പോൾ അരിപ്പൊടി എങ്ങനെയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളെ പാക്കിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫേസിൽ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു, നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തു. 20 മിനിറ്റ്സ് മാക്സിമം വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക. സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈ ബർത്ത് ഉള്ള കളർ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു 30 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ബൈ ബർത്തിലുള്ള കളറല്ല. കാരണം അത്യാവശ്യം പിഗ്മെൻറ്റേഷൻ വന്നിട്ട് അത് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സൺ ടാൻ അടിച്ച് മാറിയിട്ടുണ്ടായിരിക്കും. അത് മാറിയിട്ട് നമ്മളെ ബൈ ബർത്തിലുള്ള കളറിലേക്ക് തന്നെ മാറും. നമ്മുടെ ചെസ്റ്റിൽ എന്താണോ കളറ് ആ ഒരു കളറിലേക്ക് മാറും. ഇനി നാച്ചുറൽ സ്കിൻ ടോൺ നിങ്ങൾ ഏതായി കഴിഞ്ഞാലും അത് ഒരു ഷെയ്ഡെങ്കിലും കൂടാൻ വേണ്ടിയിട്ടും നാച്ചുറൽ ഗ്ലോ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും കേട്ടോ. ഇപ്പോൾ വാഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ ഇമേജ് കാണിച്ചതിൽ നോക്കൂ എത്രത്തോളം മാറ്റം ഫസ്റ്റ് യൂസിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഈവൻ ലുക്കായിട്ട് മാറും. നമ്മളെ നെക്ക് കണ്ടില്ലേ, നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗം അല്ലാത്ത ആ ഭാഗം കൂടെ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു വൈറ്റനിങ് ഷെയ്ഡാണ് അവിടെ വന്നിട്ടുള്ളത്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സാധനമാണ്. ഒരു ഹാംഫുള്ളും കാര്യങ്ങളില്ലാത്ത നാച്ചുറൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ.